ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചായി പറഞ്ഞിരുന്നു എന്റെ സ്ട്രീമിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ചെറിയ സെറ്റപ്പ്. എന്റെ ഉള്ള സെറ്റപ്പ് ഞാൻ കാണിച്ചിട്ട് വേണ്ടി വീഡിയോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണാമോ നോക്കിയോ. അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ മൈക്ക കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലാണ് അല്ലേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പേര് ഗെയിമിങ്ങിന്റെ അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത റേറ്റിന്റെ ഇത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ലാപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ പോണത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റും കാര്യങ്ങളൊക്കെ വായിക്കാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ പോണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ ക്യാമറ ഈ ലാപ്പിൽ കണക്ട് ചെയ്യും. എന്നിട്ട് അങ്ങനെ അപ്പോഴാണ് കുറച്ചൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് ലാപ്പിന്റെ ക്യാമറ അല്ല, അത് ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ഈ സ്റ്റാൻഡ് നമ്മൾ ഇതിന്റെ പുറകെ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിൽ സ്ട്രീമിങ് തുടങ്ങും. ഇതിൽ സ്ട്രീം ചെയ്യും. ഇതിൽ ചാറ്റ് മൊത്തം ചാറ്റിങ് കാര്യങ്ങളും വായിക്കും. പിന്നെ വരുന്നത് വെച്ചാൽ 2 ട്യൂബ്, സാധാ ഒന്ന് വാബിന്റെയും സാധാ റേറ്റ് എടുക്കുന്നത്. പിന്നെ എല്ലാ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണാം. ഇതിലാണ് എല്ലാ കണക്ഷനും കുത്തി വെച്ചിട്ടുള്ളത്. പിന്നെ പഴയൊരു മുണ്ടുണ്ട്, നമ്മുടെ ഓസിന്റെ മുണ്ടാണ് ഇതിൽ വെച്ച് വെച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ മേടിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കല്യാണത്തിനൊക്കെ ഉണ്ടാവില്ല ടേബിള്, അത് വാടകയ്ക്ക് എടുത്തിക്കണം. 100 രൂപ ഒരു ദിവസം. സ്വന്തമായിട്ട് വാങ്ങാൻ വേണം ടേബിള്. ഡെയിലി റെന്റ് കൊടുക്കാൻ വെച്ചാൽ മുതലാവില്ല. സാധാ ടേബിളാണ്, കണ്ടാൽ മനസ്സിലാവും. കണ്ടില്ലേ ടേബിള്. പിന്നെ ആകുന്നത് ഈ ചെയറുകള് ഓലക്സിനാണ്. സെക്കൻഡ്സ് ഒരു 2000 വരെ ഉണ്ടാവും. വേറെ ഒന്നുമില്ല, വേറെ എത്ര. പിന്നെ ഇതൊരു മാറ്റ് ഇരിച്ചിട്ടുണ്ട്, അടിയിൽ വെറുതെ വിരി ഇരിച്ചിട്ടുണ്ട് സംഭവമൊക്കെ. പിന്നെ വരുന്നത് ഈ ട്യൂബിന് ഇതിന് റേറ്റ് വരണം 150 രൂപ അല്ലേ. ഒരെണ്ണത്തിന് 150 വെറുതെ. പലതരം ലൈറ്റ് കത്തും, വലിയ കത്തും. പിന്നെ അതിൽ കൂടെ ഈ ലൈറ്റിങ് പോയിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ആലോചിച്ചിരുന്ന് മൊത്തം ഒട്ടിച്ചാണ്. ഇത് മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റിന് മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ സ്റ്റിക്കേഴ്സ്. ഇതാണ് ആവശ്യമുള്ളത്. നമ്മൾ ലേബിളിലൊക്കെ ഒട്ടിക്കണ പോലെ നമ്മുടെ ചെറുക്കാൻ നമ്മളിരുന്ന് മൊത്തം ഒട്ടിച്ചിട്ടുള്ളതാണ്. ഇത് ഓരോന്ന് വരച്ചിരുന്ന് ഒട്ടിച്ചിട്ടുള്ള ഇത്. പിന്നെ ഈ 2 ദൂരോട് സ്റ്റിക്കർ. ഈ സംഭവം ഇതാണ് മൊത്തത്തിലുള്ള സംഭവം. ഇതിന് കണക്ഷൻ കൊടുത്തിരുന്നത് ഇതിൽക്കാണ്. ഇത് ഒരെണ്ണം തൊട്ടാൽ മൊത്തം പോവും, മൊത്തത്തിൽ പോവും. അതിൽക്കാണ് കണക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രീമിംഗ് റൂം. ഇപ്പോൾ ചെറിയൊരു സെറ്റപ്പാണ് തുടങ്ങിക്കുന്നത്. അപ്പൊ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് അതിനുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. ഇത് ഞങ്ങൾ വെച്ച് കണക്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒട്ടിച്ച് വെച്ചിരിക്കണം. ഈ അൽമാരയുടെ ഇതിന്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കണം. ഇത് അൽമാരയുണ്ടോ? ഉള്ളൊന്നുമില്ല, അൽമാരയാണ്. ഇവിടെ ഒരു റൗണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കത്തിക്കണമെന്നില്ല. ഇത്രയേ ഉള്ളൂ സെറ്റപ്പ്. ഇതാണ് ടോട്ടലി സെറ്റപ്പ്. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോ വലിയ എന്തോ സെറ്റപ്പ് ആണെന്ന് ഒന്നുമില്ല. ലാഭം ആവുള്ളത് ഈ ബൈക്കുകളോട് കാണുമ്പോ കറക്കുമ്പോ വലിയ സ്ട്രീമിംഗ് റൂമാണ്, വലിയ സെറ്റപ്പ് ആണെന്ന് കഴിക്കും. ഒന്നുമില്ല, കാര്യമായിട്ട് പറയാനൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തതാണ്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത കാരണമാണ് ഇപ്പൊ ഇത്ര ഒരു ചെറിയ സെറ്റപ്പിലേക്ക് നമുക്ക് വരാൻ പറ്റിയത്. അപ്പൊ ഇനി അവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സെറ്റപ്പ് നല്ല നിങ്ങളുടെ സപ്പോർട്ട് ഇനി വേണം. അപ്പൊ ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വല്ല ആഗ്രഹങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ റൂമും കാര്യങ്ങളും വേറെ ചേഞ്ച് ആവണം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കൊണ്ടുവരാനുണ്ട്. ഇപ്പൊ ഒന്നായിട്ടില്ല. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മാത്രം. ഫസ്റ്റ് നമുക്ക് ചെയ്യണല്ലോ, അതിനുവേണ്ടി ആദ്യം നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തു. അത്രയുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് സെറ്റപ്പ് ഗെയിമിങ്ങിനാണ് കുറച്ച് സെറ്റപ്പ് കൊണ്ടുവരാണ്ട്. അതെന്തായാലും കൊണ്ടുവരും. കാരണം ഗെയിം കളിക്കാണ്ട് വെറുതെ അങ്ങനെ കുറെ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഗെയിം കളിക്കാൻ വേണ്ടി ചെറിയൊരു PC കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണം. അതിന് കുറച്ചൊരു സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം. അപ്പൊ അവര് സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സെറ്റപ്പ്, ചെറിയൊരു സെറ്റപ്പിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റിയത്. അപ്പൊ ഇതുവരെ നമുക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ഇനിയും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പുതിയ കണ്ടന്റ്സും വീഡിയോസും പ്രാങ്കും കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ. പ്രാങ്ക് ചെയ്യാൻ പറ്റുന്ന പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് പിന്നെ സ്ട്രീമിംഗ് ചെയ്യും, ഗെയിം കളിക്കും. അപ്പൊ ഇതുവരെ ചെയ്ത സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ഇനി മുന്നോട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നന്ദി.